മോർണിംഗ്. ശ്വേതാ മിസ് ആണേ. പിന്നെ മക്കൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോടാ? നമ്മൾ ഇന്ന് എന്തിനാ വന്നിട്ടുള്ളതെന്ന് അറിയോ? നമ്മുടെ ഓണപരീക്ഷയൊക്കെ വരാൻ പോവാണ്. അപ്പൊ മക്കൾക്ക് പുതിയ ടെക്സ്റ്റ് ഒക്കെ ആയതുകൊണ്ട് പേടി ഉണ്ടാവല്ലേ, എന്ത് ചോദ്യങ്ങളാണ്, എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത്. അപ്പൊ മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. മിസ് ഇതാ ഇന്നൊരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് വന്നിട്ടില്ലേ. നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്? 1 മുതൽ 20 വരെയുള്ള സംഖ്യകളെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? അതായത് ചെറുതേതാണ്, വലുതേതാണ്, അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതായിരുന്നില്ലേ? അപ്പൊ അതുപോലെടാ ഒരു ചോദ്യമായിട്ട് ഓണം എക്സാമിനൊക്കെ ഇമ്പോർട്ടന്റ് ആയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. മക്കളെല്ലാവരും ഇതാ ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ? ഈ ബോക്സില് എന്തുണ്ടടാ? കുറച്ച് വരികൾ ഉണ്ടല്ലേ? ഇത് 1ാമത്തെ വരിയാണ്. ഇത് 2, 3, 4, 5 അങ്ങനെ 5 വരികളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഓരോ വരികളിൽ നിന്നും ആ തന്നിരിക്കുന്ന സംഖ്യയില് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് നമ്മൾ എഴുതി വെക്കണം. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ എന്താ ചെയ്യാനുള്ളതെന്ന് മിസ് പറയാം. അപ്പൊ മക്കള് ലാസ്റ്റ് വരെ വീഡിയോ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അല്ലെ? ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് എന്റെ മക്കള് പറയോ? ഇതാണ് ആദ്യം തന്നെ. 11, 6, 7, 10, 8. ഇതിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 11ഉം 6ഉം ഇതിൽ ഏറ്റവും വലുത് ഏതാണെടാ? 11 ആണല്ലേ? പിന്നെ 11ഉം 7ഉം ഇതിലും ഏറ്റവും വലുത് 11 തന്നെയാണ്. അപ്പൊ 11 ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത്. ഇനി 11ഉം 10ഉം അതിലും 11 വലുത്. പിന്നെ 11ഉം 8ഉം അതിലും 11 വലുത്. നമുക്ക് എന്ത് മനസ്സിലായടാ? ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 11. ഇനി അടുത്ത റോയിലോ, അതായത് അടുത്ത വരിയില് നമ്മൾ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തണം. 9, 12, 8, 11, 10. ഇതിൽ ഏറ്റവും വലുത് ഏതാണടാ? അതേ 12 ആണല്ലേ? 12 ഇവരെക്കാളൊക്കെ വലുത്. 9നേക്കാളും 8നേക്കാളും 11നേക്കാളും 10നേക്കാളും വലുത് 12. അപ്പൊ മിസ് ഇതാടാ 12 ഇവിടെ എഴുതി. ഇനി അടുത്ത വരിയിൽ ഈ ഒരു വരിയാണ് 3ാമത്തെ വരി. ഇവിടെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 12, 10, 13, 9, 11. ഉറപ്പായിടാ 13 ആണല്ലേ ഏറ്റവും വലിയ സംഖ്യ. മിസ് ഇവിടെ 13 എഴുതി. ഇനി അടുത്ത വരിയിലോ 11, 12, 9, 14, 10. അതെ 14 ആണല്ലേ ഏറ്റവും വലിയ സംഖ്യ. അതാ 14 അതും എഴുതി. ഇനി അവസാനമായിട്ടോടാ അവസാനത്തെ വരിയില് മക്കളെല്ലാവരും നോക്കിയിട്ട് എന്നെ പറയണേ. അവസാനത്തെ വരിയിലടാ ഏറ്റവും വലുത് 15. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് ഈ കിട്ടിയ സംഖ്യകളൊക്കെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമുക്ക് എഴുതണം. അതായത് 11, 12, 13, 14, 15 ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് എന്ന് പറയുന്നത് 15 ആണല്ലേ? പിന്നീട് വലുതോടാ 14. മിസ് 14 എഴുതി. ഇനി അടുത്തതോ പിന്നെ വലുത് 13. അത് കഴിഞ്ഞാൽ 12, പിന്നെ 11. മിസ് 12, 11 എഴുതി. ഇതുപോലെ നമ്മളോട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞാലോടാ ഇതുപോലെ എഴുതുമല്ലേ? അതായത് 11, 12, 13, 14, 15. അപ്പൊ ഇത്രയുള്ളടാ മിസ്സിന്റെ ഇന്നത്തെ വീഡിയോ. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും കാത്തിരുന്ന് കാണണം. കാരണം നമ്മുടെ ഓണപരീക്ഷയ്ക്കൊക്കെ വേണ്ട ചോദ്യങ്ങളായിട്ടായിരിക്കും മിസ് വരുന്നുണ്ടാവുക. ഓക്കേടാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. അതുവരേക്കും ബൈ.